ഹായ്, ഇന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചാർട്ട് ബ്രേക്കിംഗ് വീഡിയോ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതൊരു ലോങ് ടേം ഒരു വ്യൂ. ആ ഒരു എൻട്രി പോയിന്റ് എത്തിയിട്ടില്ല, അത് ഓൾറെഡി നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യണം. അതൊരു നിങ്ങളുടെ ഒരു വ്യൂവിനനുസരിച്ച് ഇത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ഇന്നലെ റെയിൽടെലിൻ്റെ ഒരു ചാർട്ടിൻ്റെ അനാലിസിസ് നമ്മൾ ചെയ്തായിരുന്നു. അത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ കണ്ടു. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് ആ ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ പിന്നെ തിരിച്ചൊരു സപ്പോർട്ട് എടുക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത സപ്പോർട്ട് നമ്മൾ ആ വീഡിയോ പല വീഡിയോസിൽ നമ്മളത് പറയുന്നുണ്ട്. അതിനെപ്പറ്റി പ്രത്യേകം നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം എന്താ, അത് ബ്രേക്ക് ചെയ്ത് പിന്നെയും താഴോട്ട് പോയി അർത്ഥം എന്തോ, ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ പോയ അർത്ഥം നമ്മുടെ വ്യൂവിന് ഓപ്പോസിറ്റ് ആയിട്ട് നടന്നു എന്നർത്ഥം. പിന്നെ നമ്മളൊരു എൻട്രി എടുക്കാതിരിക്കുക. പിന്നെ മറ്റൊരു കാര്യമാണ്, നമ്മൾ കമ്മ്യൂണിറ്റിക്കകത്ത് പല പോസ്റ്റുകളും പറയുന്നുണ്ട്. ഇന്ന് അമരരാജ എനർജിയുടെ ഒരു ചാർട്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നത്. പറഞ്ഞിട്ട് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ 200 പോയിന്റിനപ്പുറം മുകളിലോട്ട് പോയി. നോക്കിയാൽ മതി, അമരരാജ എനർജി ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻട്രി എടുക്കാൻ എല്ലാവർക്കും പറ്റുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. എന്നാലും അതിനെപ്പറ്റി നമ്മളൊരു അനാലിസിസ് തൊട്ടൊരു ദിവസം തന്നെ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ചാർട്ട് ഏതാണെന്നും അതിൻ്റെ എൻട്രി പോയിന്റ്, എക്സിറ്റ് എന്ത് വേണം, എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യം എല്ലാം നമ്മൾ A to Z പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇനി ഒരുപാട് വീഡിയോസ് ചാർട്ട് അനാലിസിസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം GTPL ഹാത്തവേ ലിമിറ്റഡിൻ്റെ ചാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നമ്മൾ പ്രൈസ് ആക്ഷൻ വെച്ച് മാത്രം ചെയ്യുന്നൊരു വീഡിയോയാണ്. അപ്പം നമുക്ക് ഈ ചാനലിൽ ഒരുപാട് സ്റ്റോക്കിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ പലരും, ഞാൻ പറഞ്ഞില്ല, വരച്ച് നോക്ക്, നിങ്ങളുടെ വ്യൂ അനുസരിച്ചിട്ട് കയറാൻ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ എൻട്രി എടുത്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷം. അപ്പം ഈ ചാർട്ട് ഞാനിന്ന് ഷെയർ ചെയ്യാൻ കാര്യം, എനിക്ക് ഇതിനെപ്പറ്റി ഒരു വ്യൂ ഉള്ളത് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളുടെ വ്യൂവും കറക്റ്റായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വ്യൂ നിങ്ങൾ വരച്ച് നോക്കിയിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, വരച്ച് നോക്കേണ്ട എങ്ങനെയാണെന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മൊത്തമായിട്ട് തന്നെ കാണുക. അപ്പോൾ നിങ്ങൾക്കും പ്രൈസ് ആക്ഷൻ കുഴപ്പമില്ല ചെയ്യാൻ പറ്റും. ലോങ് ടൈമിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും. ഒരു ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഇത് GTPL ഹാത്തവേയുടെ വീക്ക്ലി ടൈം ഫ്രെയിമാണ്. നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരു 2017 തൊട്ടുള്ള ചാർട്ടാണ്. അതൊരു ഡൗൺ ട്രെൻഡ് വന്നു, അപ്പ് ട്രെൻഡ് വന്നു, ഡൗൺ ട്രെൻഡ് വന്നു, ചെറിയൊരു അപ്പ് മൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ എന്തൊക്കെയോ ചെറിയ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ. അതെന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പ്രൈസ് ആക്ഷൻ പഠിച്ചത് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നിന്നൊരു സപ്പോർട്ട് ലൈൻ നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഇങ്ങോട്ട് ജസ്റ്റ് നമ്മൾ വരയ്ക്കുന്നു. അത് നമ്മൾ സപ്പോർട്ടൊക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് ഇച്ചിരി നീട്ടി വരയ്ക്കുക. കാരണം അതിൽ പിന്നെ നമുക്കത് കാണുമ്പോഴത്തേക്ക് ഉപകാരപ്പെടും. പിന്നെ നമുക്കത് മാറ്റിയിട്ട് വരയ്ക്കേണ്ട വരത്തില്ല. പിന്നെ നമ്മൾ ഇതിന് പാരലായിട്ട് ഒരു റെസിസ്റ്റൻസ് നമ്മൾ വരയ്ക്കുന്നു. ഇപ്പം നിങ്ങൾക്കൊരു വ്യൂ കിട്ടിയില്ലേ? അതായത് ഈ ഒരു ചാനലിനകത്താണ് ഇത് മൂവ് ചെയ്യുന്നത്. താഴോട്ട് പോകുന്നു, അപ്പ് ട്രെൻഡ് പോകുന്നു. ഇതൊരു 70%, ഞാൻ നേരത്തെ നോക്കിയപ്പോൾ 70% ഉള്ളൊരു ഡൗൺ മൂവ്മെൻ്റ് ആണ് വന്നത്. ആ ഒരു ഡൗൺ മൂവ്മെൻറ്റിന് ശേഷം ചെറുതായിട്ട് മുകളിലോട്ടൊരു കയറ്റം നമുക്കിനകത്ത് കാണാൻ പറ്റും. കണ്ടോ? ഇവിടെ പക്ഷേ ചെറിയ റെസിസ്റ്റൻസ് ഏർപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ നമുക്കതെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നോക്കാം. ഇവിടെ നോക്കാം. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക. നമുക്ക് ഇവിടുന്ന് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു റെസിസ്റ്റൻസ് നമ്മൾ വരയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ അങ്ങോട്ട് പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കളർ കൊടുക്കാം. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തൊട്ട് മുമ്പിലത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, അവിടെ ഒരു റെസിസ്റ്റൻസ് പോലെ ഉണ്ട്. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അതും നല്ലൊരു വോളിയം ഉള്ള ഒരു ക്യാൻഡിലിൽ ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലോട്ടൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ വെക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ വെച്ചിട്ട് ഒത്തിരി ഒരുപാട് മുകളിലോട്ട്, നല്ലൊരു 100 മുകളിലോട്ട് നമുക്കൊരു മൂവ്മെൻറ്റ് നമുക്കവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അത് പ്രോപ്പറായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻട്രി എടുക്കുക. അപ്പം ഈ ഒരു ചാർട്ട് ഞാൻ കണ്ടുപിടിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്ക്രീനർ ഒന്നുമല്ല, ഒരു ബ്രോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാർട്ടിനെ പറ്റി ചോദിച്ചു. ഞാൻ വരച്ച് നോക്കിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പം എൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു ഏരിയ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ അടിപൊളി ഒരു മൂവ്മെൻറ്റ് നമുക്ക് മുകളിലോട്ട് കിട്ടും. അപ്പം ഇനിയുള്ള മൂവ്മെൻറ്റ് എന്തായിരിക്കും? നമ്മളെല്ലാ കാര്യവും നമ്മുടെ ചാനലിൽ പറയുന്നുണ്ടല്ലോ. അതെന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒന്നുകിൽ
ഇങ്ങനെ കളിച്ചിട്ട് ഇവിടെ നിന്നിട്ട് മുകളിലോട്ട് പോവാം. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നിന്നിട്ട് ഒറ്റ ഷോട്ട് മുകളിലോട്ട് പോവാം. പിന്നെ നമുക്കൊരു മൂന്നാമത്തെ ഒരു സിനേരിയോ ഉണ്ടല്ലോ, നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാത്തൊരു സിനേരിയോ. താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ്, ഈ ട്രെൻഡ് ലൈന് തൊട്ട് താഴെയോ നിങ്ങളുടെ ഒരു റിസ്കിനനുസരിച്ചിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓർക്കുക, സ്റ്റോപ്പ് ലോസ് വെച്ച് മാത്രം, കൺട്രോൾ ചെയ്യാൻ സ്റ്റോപ്പ് ലോസ് വെച്ച് മാത്രം നിങ്ങൾ എൻട്രി എടുക്കുക. പൊസിഷൻ സൈസിങ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ഷെയറിൻ്റെ എണ്ണം കുറയ്ക്കുകയോ അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ റിസ്ക് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? പിന്നെ നിങ്ങൾ പല ഷെയറുകളിൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക. മനസ്സിലായോ? എല്ലാ പൈസയും കൂടി ഒരു ഷെയറിൽ ഇടരുത്. നിങ്ങളുടെ ക്യാപിറ്റലായിട്ട് ഇപ്പം 1,00,000 10,000 എന്തും ആയിക്കോട്ടെ, എല്ലാം കൂടെ ഒരൊറ്റ സ്വിങ്ങിനകത്തോട്ട് സ്വിങ് ചെയ്യുവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വ്യൂ കാണുമായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഒരു വ്യൂ മാത്രമാണ് അത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന ആൾ, ഇപ്പം ഞാനിപ്പോൾ കയറുന്നോ അല്ലെങ്കിൽ ഇപ്പോൾ വാരൻ ബഫറ്റ് കയറുന്നോ പോലും ഒരു ഷെയറിനും അറിയത്തില്ല. അത് ഷെയർ മാർക്കറ്റിന് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന് അത് മാറ്ററല്ല. അത് അതിൻ്റെ വഴിക്ക് പോകും. നമുക്ക് ഇംപ്രവൈസ് ചെയ്ത് അതിൻ്റെ കൂടെ പോകാനേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഓർക്കുക, നിങ്ങളിപ്പോൾ ഒരു ഷെയറിൽ കയറി, ആ ഷെയറിന് വലിയൊരു പ്രശ്നം ഒരു ദിവസം പറ്റിയാതെ ഒറ്റയടിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി? അതുകൊണ്ടാണ് പറയുന്നത് റിസ്ക് മാനേജ് ചെയ്യുക, പൊസിഷൻ സൈസിങ്ങിൻ്റെ കാര്യം, എല്ലാ കാര്യവും നമ്മൾ പറയുന്നത്. അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യണം, എങ്ങനെയാണ് നമ്മളിത് മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. മനസ്സിലാവും, ഉപകാരപ്പെടും. അപ്പം നമ്മുടെ അടുത്തൊരു കാര്യം, നമ്മളിപ്പോൾ ചെറിയ റിസ്ക് വെച്ചിട്ട് നമ്മളവിടെ കയറുക. നമ്മുടെ റിസ്ക് എപ്പോഴും മിനിമലായിരിക്കണം. നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലോസിനെക്കാട്ടിൽ എപ്പോഴും മുകളിലായിരിക്കണം. എല്ലാ നമ്മുടെ എൻട്രിയും കറക്റ്റ് ആകണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു ഓൾ ടൈം ഹൈ നിങ്ങൾ ഫസ്റ്റ് വെക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു 50% എടുത്ത്, ഇപ്പോൾ 63 എന്നാലും പോട്ടെ, 50% എടുത്തുള്ളൊരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ അവിടെ ഒരു ഇംപ്രവൈസേഷൻ നിങ്ങൾക്ക് നടത്താം. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് ട്രയൽ ചെയ്യാം. മാത്രമല്ല ഇതിന് മുകളിലോട്ട് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് നല്ലൊരു പോക്ക് നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. കാരണം റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പിന്നെ ഈ ഒരു ഏരിയയിലേ ഉള്ളൂ. അവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് എന്തോരം അത് പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാമെന്ന് കണ്ടോ. നമുക്കത് 1% 2% വേണ്ടി നോക്കാതെ ഒരു ഷെയറിൻ്റെ എത്രയും നിങ്ങൾക്ക് ഒപ്പിക്കാൻ പറ്റും അത്രയും നോക്കുക. നമ്മൾ കയറി ഇറങ്ങി എന്നുള്ള രീതിയിൽ ജസ്റ്റ് നോക്കാതെ നിങ്ങൾക്കതിൽ നിങ്ങളുടെ ഒരു ഇംപ്രവൈസ് ചെയ്യാനുള്ളൊരു സ്കില്ലുണ്ടല്ലോ. നമ്മളത് പല വീഡിയോയിലും പറയുന്നുണ്ട് എങ്ങനെ വേണമെന്നൊക്കെ, അത് ഇനിയും പറയും. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങളത് ഇംപ്രവൈസ് ചെയ്ത് നിങ്ങളുടെ ടാർഗറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് മാക്സിമം ഉണ്ടാക്കുക. ലോസ് ലിമിറ്റ് ചെയ്യുക, പ്രോഫിറ്റ് മാക്സിമം ഉണ്ടാക്കുക. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഓർക്കുക, ഈ ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് ആയിരിക്കണം. റീടെസ്റ്റ് വന്നാൽ അടിപൊളി. പിന്നെ മാത്രമല്ല വോളിയം വേണം. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും, മാർക്കറ്റ് കണ്ടീഷനൊക്കെ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഒരു വീക്കിലി നമ്മൾ എടുത്തതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ലോങ് വ്യൂ ആണ് നമ്മളിതിനകത്ത് നോക്കുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ഏത് ടൈം ഫ്രെയിമിലും നമുക്ക് നോക്കാം. ചെറിയ ടൈം ഫ്രെയിമിൽ പോകുമ്പോഴും ഓൾമോസ്റ്റ് ഓക്കെയാണ്. ഈ ഒരു റെസിസ്റ്റൻസിന് അങ്ങോട്ട് വരുന്നു. ചിലപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു ഏരിയയിൽ ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് നാൾ നിന്നിട്ട് മുകളിലോട്ട് പോകാമെന്നേ പറയുന്നുള്ളൂ. 100% പോകുമെന്ന് ഒരിക്കലും നമ്മൾ സജസ്റ്റ് ചെയ്യത്തില്ല. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ചാർട്ട് ഒന്ന് വരച്ച് നോക്കുക. അതാണ് ചെറുതാക്കി ഇങ്ങനെ വെക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാർട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. നിങ്ങൾക്ക് സെയിം വ്യൂ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരച്ച് നോക്കുന്ന ആ ഒരു ടൈം ഫ്രെയിമിൽ സെയിം വ്യൂ കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു എൻട്രി എടുക്കുക. അപ്പോൾ നിങ്ങൾ മാനുവലായിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുക. പിന്നെ നിങ്ങൾ ഈ ട്രെൻഡ് ലൈനൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് അലേർട്ട് ഇട്ട് വെക്കുക. ഇന്നൊരു ഷെയറിൻ്റെ പേര് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രോക്കറിനകത്തൊക്കെ അലേർട്ട് ഇട്ട് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളിപ്പോൾ ഡെയിലി മാനുവലായിട്ട് നിങ്ങൾ ഡെയിലി അല്ലെങ്കിൽ ഒരു വീക്കിലി എങ്കിലും, ഇത് വീക്കിലി ടൈം ഫ്രെയിം ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീക്കിലി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ഒന്ന് അനാലിസിസ് നടത്തുക. എന്തോ ഒരു നടന്നെന്ന കാര്യങ്ങൾ, നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകൾ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി ഒന്ന് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇതൊരു മൂവ്മെൻറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് അപ്പോൾ നേരത്തെ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർ എൻട്രി നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ വരച്ചിട്ടിട്ട്, ഞാൻ പല ചാർട്ടുകളും പണ്ട് വരച്ചിട്ടിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാതെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരുമാതിരി നല്ലൊരു ശതമാനത്തോളം മുകളിലോട്ട് തന്നെ പോയിട്ടുണ്ട്. അന്ന് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ, അലേർട്ടിൻ്റെ കാര്യമൊന്നും അറിയത്തൊന്നുമില്ലായിരുന്നു. ജസ്റ്റ് തുടങ്ങിയ സമയത്തൊക്കെ പ്രൈസ് ആക്ഷൻ വരച്ച് നോക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളെ കൊണ്ടും ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഒരു വ്യൂ അനുസരിച്ച് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു എൻട്രി എടുക്കുക. അപ്പം മാനുവലായിട്ട് ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കുക, അലേർട്ട് ഇട്ട് വെക്കുക. അപ്പം നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. തുടക്കത്തിൽ അങ്ങനത്തെ കാര്യങ്ങൾ ആഗ്രഹിച്ചല്ല വന്നതെങ്കിലും ഇപ്പോൾ ഞാനും നിങ്ങളുടെ സപ്പോർട്ട് ആഗ്രഹിച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിലും സബ്സ്ക്രൈബ് ചെയ്തതിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് ജോയിൻ ചെയ്തതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു ഷെയർ, ബാക്കിയെല്ലാം പോട്ടെ, ഈ ഒരു ഷെയർ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. അപ്പം വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ തന്നെ ഇതിൻ്റെ സ്ക്രീനറിൻ്റെ ആ ഒരു എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഈ ഷെയറിൻ്റെ കൃത്യമായിട്ടുള്ള പേരും അതിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ഫോട്ടോ പോലെ തുടക്കത്തിൽ ആഡ് ചെയ്യാം. അപ്പം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം.